ഹലോ, ഇത് നമ്മുടെ തറവാട്ടമ്പലത്തിലെ കളമെഴുത്തുപാട്ട് ഉത്സവത്തിൻ്റെ വീഡിയോസാണ് കേട്ടോ. വീഡിയോ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മുടെ അമ്പലത്തിൽ കള ഉണ്ടായിരുന്നത്. മാർച്ച് 30 മുതൽ ഏപ്രിൽ 3 വരെയായിരുന്നു 5 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റത്തെ 2 ദിവസം നാഗക്കളാണ്, മൂന്നാമത്തെ ദിവസം ഭൂതക്കളം, നാലാമത്തെ ദിവസം ഉച്ചയ്ക്ക് മുത്തപ്പൻകളും വൈകിട്ട് വിഷ്ണുമായക്കളും, അഞ്ചാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഭൈരവൻകളം, വൈകിട്ട് ഭഗവതികളും. അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ ഉണ്ടാവാറ്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം എനിക്ക് പ്രാവശ്യം പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ രണ്ടാമത്തെ ദിവസം മുതലാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ദിവസം നാഗക്കളം തന്നെയാണ് കേട്ടോ. എല്ലാ കളങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള പന്തല്ലൂർ അമ്പലത്തിൽ പോയിട്ടാണ്. നമ്മൾ താലങ്ങളൊക്കെ ഇട്ട് അവിടെ പോവും. അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരികയാണ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നാൽ കുറച്ച് നേരം കൽപ്പന പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് രാത്രി. ഇത് കഴിയാനായിട്ട് ഒരു 12 മണി ആ ഒരു നേരമൊക്കെ ആവും. ലാസ്റ്റത്തെ ദിവസത്തെ കളം കഴിയാനായിട്ട് കുറച്ച് ലേറ്റാവും. 2 മണി 3 മണി 2:30 ആ ഒരു ടൈമൊക്കെ എന്തായാലും ആവും. പിന്നെ നമ്മുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയ ഒരു 7 മണി 7:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. ആ നേരത്തൊന്നും ഞങ്ങൾ പോകാറില്ല. ഉണ്ണിയോളായിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. താലെടുക്കാനായിട്ട് അമ്മ അനിയത്തിയും ആ ഒരു നേരത്ത് പോകാറുണ്ട്. 6:30 ആ ഒരു നേരത്ത് ചേട്ടൻ അവരെ കൊണ്ടാക്കും. അങ്ങനെ ഒരു താലെടുക്കുക ചെയ്യാറ്. നമ്മളെല്ലാവരും കൂടി പോയ ഉണ്ണിയോളെ നോക്കാനൊന്നും ആരുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 8 മണി 8:30 കൂടിയിട്ട് നമ്മുടെ തറവാട്ടമ്പലത്തേക്ക് പോവുകയാണ് ചെയ്യുക. ആ നേരം ആകുമ്പോഴേക്കും എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് അവരും വന്ന് കയറുന്ന ടൈം തന്നെയാവും. നമ്മുടെ ഉണ്ണിയോളൊക്കെ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ കളം കാണാൻ പോകാൻ. കാരണം എന്താ വെച്ചെങ്കിൽ അവർക്ക് കൊട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ പോയ കൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കാണാനായിട്ട് വേഗം 6 മണിയാകുമ്പോഴേക്കും ചോദിക്കും, കഴിഞ്ഞാ പോവാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ കളം തുടങ്ങാനായിട്ട് ഒരു 10 മണിയൊക്കെ ആവും കേട്ടോ. ഫസ്റ്റത്തെ കളം തുടങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് അതൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവസാനിക്കും. പിന്നെ പുലർച്ചയ്ക്ക് കളമുണ്ട്. അത് നമ്മൾ ഇതുവരെ കൂടിയിട്ടില്ല. ഉണ്ണിയോളുള്ള കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല അത്ര നേരമൊന്നും. നമ്മൾ ആദ്യത്തെ കളം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരികയാണ് ചെയ്യാറ്. മൂന്നാമത്തെ ദിവസം ഭൂതക്കളാണ്. ഭൂതക്കളത്തിലും മുന്നത്തെ കളങ്ങൾ പോലെ തന്നെ നമ്മൾ പന്തല്ലൂർ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് എഴുന്നള്ളിപ്പൊക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഭൂതം കെട്ടിയിട്ട് വരികയാണ് ചെയ്യുക. പലതരം ഭൂതങ്ങളുണ്ടാവും. ഇതിൽ ഈ ഭൂതം കെട്ടിയ കുട്ടികൾക്കൊക്കെ ഒരു ടാസ്ക് കൊടുക്കും കേട്ടോ. ഒരു മുറം കൊടുത്തിട്ട് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് പോയിട്ട് പൈസ കളക്ട് ചെയ്യാൻ പറയും. അങ്ങനെ നമുക്ക് എത്ര രൂപ കിട്ടുന്നോ അത് ഇവർക്ക് പങ്കുവെച്ചെടുക്കാം. അങ്ങനെയാണ് ഇവരുടെ ടാസ്ക്. ഇത് കാണാനായിട്ട് വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മുടെ പിള്ളേരുടെ നടത്തും ഭാവവും ഒക്കെ തന്നെ മാറും. അവർ യക്ഷിയുടെ പോലെ ചിലർ മുടി അഴിച്ചിട്ടിട്ട് ചിലർ മുത്തിയമ്മയുടെ പോലെ അതൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അത് കാണാനായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇവർക്ക് എത്ര പൈസ കിട്ടി അതൊക്കെ അറിയാനായിട്ട് നമുക്ക് നല്ല ആകാംക്ഷയായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഭഗവതി തുള്ളിയിട്ട് ഈ കളം മാറ്റിയാണ് ചെയ്യുക കേട്ടോ. നാലാമത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 നേരമായിട്ടാണ് കളം ഉണ്ടാവുക. അതിൽ ഉച്ചയ്ക്ക് മുത്തപ്പൻകളം വൈകിട്ട് വിഷ്ണുമായക്കളം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഉച്ച നേരത്തൊന്നും നമ്മൾ പോവാറില്ല കേട്ടോ. നമുക്ക് 2 നേരം പോകാനായിട്ട് ഉണ്ണിയോളൊക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് മാത്രമേ പോകാറുള്ളൂ. ഇതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളൂ. ഇനി വൈകിട്ട് നമുക്ക് വിഷ്ണുമായക്കളാണ് കേട്ടുള്ളത്. വിഷ്ണുമായക്കളത്തിന് ഇതവർ വരയ്ക്കണതാ. എന്ത് രസമായിട്ട് വരയ്ക്കണേന്ന് അറിയുമോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർക്ക് ഇങ്ങനെ ഇത്ര ഭംഗിയിൽ കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കാൻ. അത് പൊടി കൊണ്ടൊക്കെ പറ്റണല്ലേ. നമ്മൾ ജസ്റ്റ് പേനോണ്ട് പോലും അല്ല. എന്ത് രസത്തിലാണ് വരയ്ക്കണത് ഇഷ്ടം. അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഇവർ വരയ്ക്കണത് കാണുമ്പോൾ. എന്ത് രസമായിട്ടാണ് വരയ്ക്കണത് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കളം തുടങ്ങുമ്പോൾ ഒരു 6:30 7 മണി എന്തായാലും ആവും. 6:30 7 മണിക്ക് ഞാൻ പറഞ്ഞ പോലെ സാധാ പോലെ തന്നെ പന്തല്ലൂർ അമ്പലത്തിൽ പോയി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് വരികയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ കളം തുടങ്ങാനായിട്ട് ഒരു 10 മണിയാവും. അപ്പോൾ 10 മണി വരെ അതിനുള്ളിൽ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായിരിക്കും കേട്ടോ. ഇനി 5-ാമത്തെ ദിവസം രാത്രി ഭഗവതികളാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് ഭൈരവൻകളം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഇന്നും കൂടി ഉള്ളോട്ടെ കളം. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കളം കഴിഞ്ഞു. 5 ദിവസത്തെ പരിപാടി ആയിരുന്നു.
ഇന്ന് ഭഗവതിക്കളത്തോട് കൂടിയിട്ടാണ് ലാസ്റ്റ്. അത് ഇന്നത്തെ കളം കഴിയാനായിട്ട് എന്തായാലും ഒരു 2:30 ആവും. തുടങ്ങുമ്പോഴും ലേറ്റായിട്ടാണ് തുടങ്ങുക. കളമായിട്ട് തുടങ്ങാൻ നമുക്കൊരു 11 മണി കഴിയും എന്തായാലും തുടങ്ങാനായിട്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ അമ്പലത്തിൽ മുട്ടിറക്കലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും നമ്മുടെ തറവാട്ടിലെ എല്ലാവരും മുട്ടൊക്കെ ഇറക്കി വരുമ്പോൾ തന്നെ ഒരുവിധം നേരമാവും. ഒരു മണിക്കൂറിൻ്റെ അടുത്തേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഭഗവതി കോഴീനെയും കൊണ്ട് പാടത്ത് പോയിട്ട് അറുത്തിട്ട് വരികയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് കളമാക്കലും കുരുതിയാടലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ. അതും കൂടി കഴിഞ്ഞാൽ കൂറയൊക്കെ വലിച്ച് നമ്മുടെ കള അവിടെ കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ പറയാലെടോ നല്ലമ്മേ കല്ലറ ദൂര കൊണ്ട താക്കോലെ വിടേ.